ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും കോവിഡ് ജാഗ്രതയിലേക്ക് പോവുകയാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ COVID-19 കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും ജാഗ്രത ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവൈലൻസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് മന്ത്രി ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനും ഏതെങ്കിലും ജില്ലയിൽ കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിച്ച് അതിനനുസരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മന്ത്രി ഊന്നി പറയുന്നുണ്ട്. 2025 മെയ് മാസത്തിൽ കേരളത്തിൽ 273 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ എപ്രകാരമാണ് എന്ന് നോക്കാം. കോട്ടയത്ത് മാത്രം 82 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരത്ത് 73, എറണാകുളത്ത് 49, പത്തനംതിട്ടയിൽ 30 കേസുകളുമുണ്ട്. അതേസമയം തൃശൂരിൽ 26 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമല്ലെങ്കിലും ജാഗ്രത തുടരേണ്ടതിന്റെ ആവശ്യകതയാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, തായ്ലാന്റ് എന്നിവിടങ്ങളിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സിംഗപ്പൂരിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28% വർധനമാണ് കേസുകളിൽ രേഖപ്പെടുത്തിയത്. 2025 മെയ് 3 വരെ 14,200 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ മാർച്ചിൽ 1.7% കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 11.4% ഉയർന്നിട്ടുണ്ട്. 81 ഗുരുതര കേസുകളും 30 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായവരാണ്. ചൈനയിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി ഉയർന്നിരുന്നു. തായ്ലാന്റിൽ ഏപ്രിൽ മുതൽ കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒമിക്രോൺ ഉപവകഭേദമായിട്ടുള്ള JN.1 വ്യാപനമാണ് ഈ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ കാരണമായി വിലയിരുത്തപ്പെടുന്നതും. ഈ വകഭേദം വളരെ വേഗത്തിൽ പകരുന്നതാണ് എങ്കിലും രോഗത്തിന്റെ തീവ്രത താരതമ്യേന കുറവാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലെ കോവിഡ് കേസുകളിലെ വർധനവ് ലോകാരോഗ്യ സംഘടനയും നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ കേസുകളിൽ ചെറിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ വകഭേദങ്ങളുടെ സാന്നിധ്യം, വാക്സിൻ പ്രതിരോധ ശേഷി കുറയുന്നത്, യാത്രാ നിയന്ത്രണങ്ങളിലെ ഇളവുകൾ എന്നിവയാണ് ഈ വർധനവിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ കോവിഡ് കേസുകളിലും മരണങ്ങളിലും കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ചില പ്രാദേശിക മേഖലകളിൽ വർധനവ് കാണിക്കുന്നുണ്ട്. വാക്സിനേഷൻ പരിശോധന, ജീനോമിക് സീക്വൻസിംഗ് എന്നിവയുടെ പ്രാധാന്യം ലോകാരോഗ്യ സംഘടന എടുത്തു പറയുന്നുമുണ്ട്. കോവിഡ് വാക്സിനുകളുടെ ബൂസ്റ്റർ ഡോസുകൾ എടുക്കുന്നതിലൂടെ ഗുരുതരമായ രോഗങ്ങളെയും മരണങ്ങളെയും തടയാൻ സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ നിയന്ത്രണ വിധേയമാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ രാജ്യത്ത് 257 പേർ മാത്രമാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ഇത് വളരെ കുറഞ്ഞ എണ്ണമാണ്. എന്നാൽ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലെ വർധനവ് കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. നാഷണൽ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ഏജൻസി, മെഡിക്കൽ റിലീഫ് ഡിവിഷൻ, ICMR, കേന്ദ്ര സർക്കാർ ആശുപത്രികൾ എന്നിവയുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇനി പറയുന്ന നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തൊണ്ടവേദന, ജലദോഷം, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പൊതുസ്ഥലങ്ങളിലും യാത്രകളിലും മാസ്ക് ഉപയോഗിക്കുന്നത് അഭികാമ്യമാണ്. ആശുപത്രികളിൽ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാണ്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക്. ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകണം. ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനങ്ങൾ കുറയ്ക്കാൻ മന്ത്രിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്ഥാപനവും ഈ മാസം അവസാനത്തോടെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കോവിഡിന് പുറമെ കോളറയും മഞ്ഞപ്പിത്തവും, അതായത് ഹെപ്പറ്റൈറ്റിസ് A പോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നു. കുടിവെള്ളം മലിനമാക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A ബാധിച്ചവർ രോഗം പകരാനുള്ള സാധ്യതയുള്ള കാലയളവിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ലോകമെമ്പാടും COVID-19 വ്യാപനം തുടരുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളിലും കേസുകൾ നിയന്ത്രണാതീതമല്ല.
2020 ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച കോവിഡ് മഹാമാരി 80-ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. 2002-2003 സാർസ്, 2018 മെർസ് എന്നിവയെ പോലുള്ള COVID-19 ഒരു സൂണോട്ടിക് വൈറസാണ്, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നവ. 2020 കേരളം നിപ്പ വൈറസിനെ പ്രതിരോധിച്ച അനുഭവം COVID-19 നേരിടാൻ സഹായകരമായിരുന്നു. ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന 2020 ജനുവരിയിൽ തന്നെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. 2020 COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഫലപ്രദമായി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതിയും നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ വ്യവസ്ഥകൾ പിൻവലിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും ബാധിച്ചിരുന്നു. 2022 കോവിഡ് വ്യാപനം കുറഞ്ഞതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാ ആശുപത്രികളിലും കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് പ്രത്യേക ചികിത്സാ ഇടങ്ങൾ സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. COVID-19 പുതിയ വകഭേദമായ JN.1 വ്യാപനം ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളം ജാഗ്രതയോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. സ്വയം പ്രതിരോധം, മാസ്ക് ഉപയോഗം, കൈശുചിത്വം എന്നിവയിലൂടെ വ്യക്തിഗത തലത്തിലും ജില്ലാതല നിരീക്ഷണവും ആക്ഷൻ പ്ലാനുകളും വഴി സംസ്ഥാന തലത്തിലും കോവിഡിനെ നിയന്ത്രിക്കാൻ കഴിയും. കോളറ, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ മറ്റു പകർച്ചവ്യാധികൾക്കെതിരെയും ശക്തമായ പ്രതിരോധം ആവശ്യമാണ്. നിലവിൽ ലോകത്ത് പുതിയ കോവിഡ് വകഭേദങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവയൊന്നും വലിയ തോതിലുള്ള വ്യാപനത്തിന് കാരണമായിട്ടില്ല. എങ്കിലും അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തി ശുചിത്വം പാലിക്കുക, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധന നടത്തുക, തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നിവ കോവിഡിനെയും മറ്റ് പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കാൻ സഹായിക്കും. പല രാജ്യങ്ങളിലും കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തിയെങ്കിലും ആരോഗ്യ സംവിധാനങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ഓർമ്മിപ്പിക്കുന്നു.